റോഷാക്കിന് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ എന്നതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി ഐ നോബഡി പോയി ഫസ്റ്റ് ഡേ കണ്ടത്. പൃഥ്വിരാജിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ, എനിക്ക് പ്രതീക്ഷ, കാരണം ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ എങ്ങനെ ഇരിക്കും എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യം പറയാം. കാസ്റ്റിംഗ് വൈസ് വളരെ നല്ല കാസ്റ്റിംഗ് ആണ്. പൃഥ്വിരാജും പാർവതിയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായിട്ടാണ്. പാർവതിയുടെ ജോലി എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഒരു വീട്ടമ്മയായിട്ടും വൈഫൊക്കെ ആയിട്ടും അവരുടെ ക്യാരക്ടറിന് ആപ്റ്റാകുന്ന പെർഫോമൻസാണ് പാർവതിയും കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ കുട്ടികൾ, 2 കുട്ടികളുണ്ട്. അതിനകത്ത് ഇളയ കുട്ടിയായിട്ട് പൃഥ്വിരാജിന് കുറച്ച് കോമ്പിനേഷൻ സീൻ കൂടുതലുള്ളത് നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ്. ആ കുട്ടികൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, അവർ ഡബ്ബിങ് നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അശോകൻ്റെ ക്യാരക്ടറാണ്. സാധാരണ ഇത്തരം സിനിമകളിലൊക്കെ ഇന്ദ്രൻ സേട്ടനും ജഗദീഷും ഒക്കെയാണ് ഈ ടൈപ്പ് ക്യാരക്ടേഴ്സ് ചെയ്യാറ് പതിവ്. പക്ഷേ ഇതിനകത്ത് അശോകൻ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ ആ ക്യാരക്ടറിൻ്റെ ലുക്കും അതിൻ്റെ ഒരു സംസാര രീതിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ജെയ്ക്സ് ബിജോയുടെ BGM കത്തിക്കലാണ്. അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ BGM എന്തായാലും ഷുവർ ഷോട്ടാണെന്ന് നമുക്കറിയാം. ഇതിനകത്ത് പൃഥ്വിരാജ് നോർത്ത് ഇന്ത്യൻ സിനിമകളിലൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു സോങ് ഹിന്ദിയാണ്. സോങ് എന്ന് പറഞ്ഞാൽ ഒരു ത്രൂ ഔട്ട് സോങ് അല്ല, കഥയുടെ കൂടെ പോകുന്ന, കഥ പറഞ്ഞു പോകുന്ന, കഥയുടെ ഇടയ്ക്ക് കൂടെ ഫില്ല് ചെയ്ത് പോകുന്ന സോങ്ങാണ്. അതുപോലെ തന്നെ ഒരു ഗംഭീര ഇംഗ്ലീഷ് വെസ്റ്റേൺ BGM ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. അതും എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത് മണി ഹേസ്റ്റിലെ ഫസ്റ്റ് സീരീസില്ലേ, അതിനകത്തുള്ള ഒരു സോങ്ങിൻ്റെ ആ വൈബാണ് ഫീൽ ചെയ്തത്. വൈബ് എന്ന് വെച്ചാൽ കോപ്പി എന്നല്ല, ആ ടോണും ആ മ്യൂസിക്കും ആ ഒരു സൗണ്ടും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട നിസാമിൻ്റെ ഗംഭീര ഫിലിം മേക്കിംഗ് സ്റ്റൈലാണ്. ഒരു ഹൈ ക്വാളിറ്റി നെറ്റ്ഫ്ലിക്സ് സീരീസ് ഒക്കെ കാണുന്ന ഫീൽ ഇരുന്ന് കാണാം. കാരണം അതുപോലത്തെ ഷോട്ടുകളും ക്യാമറ ആംഗിളുകളും എഡിറ്റും ഒക്കെ ഒരു കുറ്റവും പറയാം. ടെക്നിക്കലി ഹൈ ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. ഒരു ബാങ്ക് റോബറിയുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടാകുന്ന സിനിമ ഇൻ്റർവൽ വരെ വളരെ എൻഗേജിങ് ആയിട്ട് ഒരു റിതം പിടിച്ചാണ് പോകുന്നത്. ഒന്ന് സ്ലോ ആകുമ്പോൾ ഒരു സസ്പെൻസ് വരുന്നു, വീണ്ടും ട്രാക്കിൽ കയറും, അല്ലെങ്കിൽ ഒരു ഗംഭീര ഫൈറ്റ് വരും. അതുപോലെ അല്ലെങ്കിൽ പിന്നെ ആ സെയിം പിച്ചിലേക്ക് സിനിമ തിരിച്ചു വരും. ഒരു ഫൈറ്റ് നമ്മുടെ ഒരു ലിഫ്റ്റിലൊക്കെ ഒരു ഫൈറ്റ് ഉണ്ട്, നല്ല ഗംഭീരമായിട്ട് കോറിയോഗ്രാഫി ചെയ്ത ഫൈറ്റാണ്. ഇതുപോലെ എപ്പോഴും ഒന്ന് സ്ലോ ആകുമ്പം വീണ്ടും സിനിമ തിരിച്ചു വരും. പക്ഷേ ഇൻ്റർവൽ ബ്ലോക്ക് എഴുതി കാണിക്കുന്ന സമയം വരെ സിനിമ യുണീക്കാണ്, ആ ഫ്രെയിം വരെ ഭയങ്കര യുണീക്കാണ്. പക്ഷേ അതിന് ശേഷം ഇൻ്റർവലിന് ശേഷമുള്ള ആ സിനിമയുടെ നമുക്ക് അത്രയും നേരം ബിൽഡ് ചെയ്ത് നമുക്ക് തന്ന സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്ന ഫീലിൽ നിന്ന് പെട്ടെന്ന് സിനിമ പല വഴിക്ക് കഥ പോകുന്നു. പിന്നെ സിനിമ ഏത് ട്രാക്കിലാണ് പോകുന്നത് ഒരു കൺഫ്യൂഷൻ എനിക്ക് വന്നു. കാരണം ഇത് റോബറിയെ തുടങ്ങി, പിന്നെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ പോലീസുമായിട്ട് കുറച്ച് നേരം വേറൊരു കാര്യത്തിന് വേണ്ടി കുറച്ച് കളിക്കുന്നു, പിന്നെ കുറച്ച് നേരം സോഷ്യൽ ഇഷ്യൂസ് പറയുന്നു, പിന്നെ മീഡിയയുടെ കുറച്ച് നെഗറ്റീവ്സ് ആയിട്ട്, കാരണം അതിനകത്ത് കുറച്ച് മീഡിയസ് നല്ലപോലെ കളിയാക്കുന്നുണ്ട്. പലനാടൻ മലയാളി എന്നൊരു ഓൺലൈൻ ചാനൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കരുതിയ ക്യാരക്ടറിൻ്റെ ഒക്കെ ഒരു റിയൽ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാകാതെ പല വഴിക്ക് കഥ പോകുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ചില സ്ഥലങ്ങളിൽ പോലീസൊക്കെ ഒരു ഒട്ടും കഴിവില്ലാത്തവരാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന, ഒരു ഡെപ്തും ഇല്ലാത്ത കുറേ സീനൊക്കെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. എന്തൊക്കെയോ മെസ്സേജ് പറയാൻ ശ്രമിക്കുന്നു, പക്ഷേ അതൊന്നും കൊണ്ട് കണക്റ്റ് ആവാത്ത കുറേ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന പോലെ തോന്നി സെക്കൻഡ് ഹാഫിൽ. പിന്നെ ഇൻ്റർവൽ വരെ ബിൽഡ് ചെയ്ത ഒരു ക്യാരക്ടർ പോലും അവരുടെയൊക്കെ മാറി അവസാനം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്ലൈമാക്സ് തന്നെയൊക്കെ എത്തും. എങ്കിലും ഇതെന്തിനാണ്, ഇത് എങ്ങനെ എത്തി എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ ഒത്തിരി ബാക്കിയാണ്. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആഫ്റ്റർ ഇൻ്റർവൽ കുറച്ച് കുറയും. മൊത്തത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമകളെ വെല്ലുന്ന മേക്കിംഗ് ഉള്ള, ഡയറക്ഷനുള്ള, നല്ല എൻഗേജിങ് ആയ, നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫസ്റ്റ് ഹാഫും കുറച്ച് അധികം കാര്യങ്ങൾ ആവശ്യമില്ല നിറച്ച് ഫ്ലോ കളഞ്ഞൊരു സെക്കൻഡ് ഹാഫുമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ സിനിമ മൊത്തം കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ട്. അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.